മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 93-ാമത്തെ ദശകത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ക്ഷുതൃഷ്ണാരോപമാത്രേ സതതകൃതധിയോ ജന്തവഃ സന്ധ്യനന്ദാസ്തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈകവരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മാത്മനഃ സ്യാത് സുഹൃദപി ച രിപുര്യസ്ത്വയിന്യസ്തചേതാസ്താവോച്ഛിത്തേരുപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ തതോന്യഃ. ഇനി ഈ ഭഗവാന്റെ ഭക്തി ഉണ്ടാവാനും മോക്ഷപ്രാപ്തിക്കുമൊക്കെ ആയിട്ട് മനുഷ്യജന്മം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ക്ഷുതൃഷ്ണ ആരോപമാത്രേ സതതകൃതധിയ ജന്തവ സന്ധ്യനന്ദാഹ. അനന്താഹ ജന്തവ സന്ധി സന്ധി അനന്താഹ എന്നാണ് പദം മുറിക്കുക. അനന്താഹ ജന്തവ സന്ധി, അനവധി ജനങ്ങളുണ്ട്, ജന്തുക്കളുണ്ട് എന്നാണ്. ജന്തവഹ സന്ധി അനന്താഹ ജന്തവഹ, അന്തമില്ലാത്തത്ര ജന്തുക്കൾ. അനവധി നിരവധി ജന്തുക്കൾ എത്ര ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അനവധി ജന്തുക്കൾ ഭൂമിയിലുണ്ട് എന്നാണ്. എങ്ങനെയുള്ള ജന്തുക്കളാണ് അവർ? ക്ഷുതൃഷ്ണ ആരോപമാത്രേ സതതകൃതധീയ. ക്ഷുത്ത് തൃഷ്ണ. ക്ഷുത്ത് എന്ന് വെച്ചാൽ വിശപ്പ്, തൃഷ എന്ന് വെച്ചാൽ ദാഹം. ഇതിൻ്റെ ലോപം, ലോപം വെച്ചാൽ ഇല്ലാണ്ടാക്കൽ. തൃഷ്ണാലോപ മാത്രേ, ക്ഷുത്ത് തൃഷ്ണ തുടങ്ങിയവയുടെ ലോപം ഇല്ലാതാക്കൽ, നശിപ്പിക്കൽ, അവരെ നശിപ്പിക്കുക. അത് ലോപമാത്രേ, അതിൽ മാത്രം. അതായത് വിശപ്പും ദാഹമൊക്കെ നശിപ്പിക്കണം എന്നല്ലാതെ കണ്ട് വേറെ യാതൊരു ചിന്തയും ഇല്ലാത്തതായിട്ടുള്ള, വിശക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം, ദാഹിക്കാൻ വെള്ളം കുടിക്കണം, ഇത് മാത്രമേ ചിന്തയുള്ളൂ എന്നാണ്. എങ്ങനെ? ആരൊക്കെയാണത്? ജന്തവഹ, ജന്തുക്കൾ. അനവധി ജന്തുക്കളുണ്ട്, മനുഷ്യരല്ലാതെ കണ്ട് ഭൂമിയിൽ അനവധി ജന്തുക്കളുണ്ട്. അവർക്കൊന്നും ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് വിശപ്പ് തീർക്കണം, ദാഹം തീർക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നാണ്. ക്ഷുതൃഷ്ണാലോപ മാത്രമേ, തൃഷ്ണയും ലോപിക്കുന്നതിലുള്ള മാത്രം, അതിൽ മാത്രം ശ്രദ്ധയുള്ളവരായിട്ട് സതത കൃതധീയ, എല്ലായ്പ്പോഴും കൃതമായിട്ടുള്ള ഉറച്ച ബുദ്ധിയോട് കൂടിയിട്ട് അവരെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ വിശപ്പും ദാഹവും മാറ്റാൻ മാത്രമേ ഉള്ളൂ അവരുടെ ആലോചനകളൊക്കെ എന്നാണ്. സതത കൃതധീയ, ധീയ എന്നുള്ളതിനെ കൃതമായിട്ടുള്ള ധീയോട് കൂടിയവർ. കൃതമായിട്ടുള്ള ധീ എന്ന് പറഞ്ഞാൽ ഉറച്ച ബുദ്ധിയോട് കൂടിയവർ, അതിനെ മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ജന്തുക്കൾ നിരവധി ഉണ്ട്. ക്ഷുതൃഷ്ണാരോപ മാത്രേ, തൃഷ്ണ മുതലായവയെ ഇല്ലാതാക്കുന്നതിൽ സതത കൃതധീയ, അതിൽ മാത്രം കൃതധീകളായിട്ടുള്ള ബുദ്ധി ഉറപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ജന്തുക്കൾ. ജന്തവ സന്ധി അനന്താഹ, അനന്താഹ ജന്തവ സന്ധി, അങ്ങനെയുള്ളതായിട്ടുള്ള ജന്തുക്കൾ അനന്തങ്ങളായിട്ടുണ്ട്, ധാരാളം അതിധാരാളമായിട്ടുണ്ട് അങ്ങനെയുള്ള ജന്തുക്കൾ എന്നാണ് പറയുന്നത്. തേഭ്യ, അവയിൽ നിന്നും വിജ്ഞാനവത്വാത് പുരുഷൈഹ വരഹ, പുരുഷൈഹ തേഭ്യ വിജ്ഞാനവത്വാത്, തേഭ്യ അവരെക്കാൾ വിജ്ഞാനവത്വാത്, വിജ്ഞാനം ഉള്ളതുകൊണ്ട്, വിശേഷജ്ഞാനം ഉള്ളതുകൊണ്ട്, അതായത് ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്നൊക്കെ അറിയാനുള്ളതായിട്ടുള്ള ജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പം അതുകൊണ്ട് തേഭ്യ വരഹ, അവരെക്കാൾ ശ്രേഷ്ഠമാണ് ആര്? മനുഷ്യൻ എന്ന് പറയാണ്. തേഭ്യ അവരെക്കാൾ തേഭ്യ വിജ്ഞാനവത്വാത്, വിജ്ഞാനം ഉണ്ട് എന്നതുകൊണ്ട്, വിശേഷ ബുദ്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട്, പുരുഷൻ മനുഷ്യൻ, ഇഹ വരഹ അത് ശ്രേഷ്ഠനാണ്, അതിനേക്കാളൊക്കെ ആ ജന്തുക്കളെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് മനുഷ്യൻ എന്ന് പറയാണ്. പുരുഷ ഇഹ വരഹ തജ്ജനിർ ദുർലഭൈവ, തജ്ജനിഹി ദുർലഭ ഏവ,
തജ്ജനിഹി ആ മനുഷ്യനായിട്ടുള്ളതായിട്ടുള്ള ആ ജനനം ദുർലഭ ഏവ ദുർലഭം തന്നെയാണ്. അതായത് മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് ദുർലഭ ഏവ ജനിഹി സ്ത്രീലിംഗാണ്. അപ്പോൾ ദുർലഭ ഏവ എന്ന് വേണം പദം കുറിക്കാൻ. ദുർലഭ ഏവ ദുർലഭം തന്നെയാണ് ആ മനുഷ്യനായിട്ടുള്ളതായ ജന്മം വളരെ ദുർലഭമാണ്. എത്രയൊക്കെ കാലം കഴിഞ്ഞാലാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് നിശ്ചയില്ല. എത്ര ജന്മം കഴിഞ്ഞിട്ട് വേണം എന്നുള്ളത് അറിയില്ല. അപ്പം അങ്ങനെ മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് ഈ ബുദ്ധിയുള്ളത് കൊണ്ട് ആ ജന്മം കിട്ടാൻ വളരെ വിഷമമായിട്ടുള്ളതാണ്. ആ ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ് ഒരു വിശേഷം മനുഷ്യജന്മത്തിന്. ആ ജന്മം കിട്ടുക വളരെ കാലം കഴിഞ്ഞിട്ടായിരിക്കും, വളരെ ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ മനുഷ്യജന്മം കിട്ടണത്. ദുർലഭമാണ് അത് എന്ന് പറയുകയാണ്. തജ്ജനിഹി ദുർലഭൈവ ദുർലഭ ഏവ തത്രാപി. ഇനി ആ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാലോ തത്രാപി അങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാലും തത്രാപി അവിടെയും തത്രാപി ആത്മാനഃ സ്യാത് സുഹൃദപിച്ച രിപുഹു. ആത്മാവ് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ആ ആത്മാവ് ആത്മാവിന് തന്നെ സുഹൃത്തായിട്ട് വരാം, രിപുവായിട്ട് വരാം, ബന്ധുവായിട്ട് വരാം, ശത്രുവായിട്ടും വരാം. സുഹൃത്ത് സ്നേഹമുള്ള ആള് സ്നേഹിതൻ എന്നൊക്കെ പറയാം. ഇഷ്ടം ചെയ്യുന്നവന് ഹിതകാരി ആയി വരാം, അല്ലാതെ ശത്രുവായിട്ടും വരാം. തത്രാപി ആത്മാവ് അവിടെ വേണമെങ്കിൽ ബുദ്ധിന്നോ മനസ്സെന്നോ ഒക്കെ പറയാം ആത്മശബ്ദത്തിന്. ആത്മനഃ എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാവ് തന്നെ, ജീവാത്മാവ്. ആ ജീവാത്മാവിന് ബന്ധുവായിട്ട് വരാം. തത്രാപി ആത്മന സ്യാത് സുഹൃത്തായിട്ട് സുഹൃത്തായിട്ട് വരാം. അതല്ലെങ്കിൽ രിപുഹു സ്യാത് രിപുവായിട്ടും വരാം. മനുഷ്യജന്മം കിട്ടിയാലും അവിടെ ഈ ബുദ്ധി മനസ്സ് തുടങ്ങിയതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആത്മാവിന് ബന്ധുവായിട്ട് വരാം, ശത്രുവായിട്ടും വരാം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് അടുത്ത വരിയിൽ പറയുന്നു. തത്രാപ്യ ആത്മാത്മനസ്യാത് സുഹൃതവിചരിപുഹു യസ്ത്വയിന്യസ്തചേതാ. ആരാണോ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട്, ബുദ്ധി ഉറപ്പിച്ചുകൊണ്ട്, ന്യസ്തചേതാ ന്യസ്തമായ നിർബന്ധമായി വയ്ക്കപ്പെട്ടതായിട്ടുള്ള ഉറച്ചതായിട്ടുള്ള മനസ്സോടുകൂടി തൊയ്യി ആരിലാണ് മനസ്സോർക്കേണ്ടത്? തൊയ്യി ഭഗവാനിൽ ഉറച്ച മനസ്സോടുകൂടി താപോച്ഛിത്തേ ഉപായം സ്മരതി. താപോച്ഛിത്തിക്കുള്ളതായിട്ടുള്ള ഉപായം. താപോച്ഛിത്തി എന്ന് പറഞ്ഞാൽ താപം അവിടെ സംസാര ദുഃഖം തന്നെ. ആ സംസാര ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിനെ ഇല്ലാതാക്കുവാൻ ഉച്ഛിത്തി, അതിനെ ഇല്ലാതാക്കൽ. താപോച്ഛിത്തേ ഉപായം. താപോച്ഛിത്തിയുടെ താപം എല്ലാ സംസാരം എന്നുള്ളതായിട്ടുള്ള ആ ദുഃഖം അത് ഇല്ലാതാക്കാനുള്ളതായ ഉപായം മാർഗം. അത് ആരാണോ ചിന്തിക്കുന്നത്, ഏത് ആത്മാവാണോ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, ഈ ഭവത്തിൽ നിന്ന് സംസാരത്തിൽ നിന്ന് മോചനം കിട്ടുക എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആരാണോ, ഏത് ബുദ്ധിയാണോ, ആരുടെ ബുദ്ധിയാണോ അങ്ങനെ പ്രവർത്തിക്കുന്നത്, സ്മരതി സഹി സുഹൃത്ത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആത്മാവ് സുഹൃത്താണ്, സ്നേഹിതനാണ്. അതല്ല എന്നുണ്ടെങ്കിലോ ആത്മവൈരി തഥോജ്ഞ. അതല്ലാണ്ടേതുള്ളതായ ബുദ്ധി, അതായത് താപോച്ഛിത്തിക്കുള്ളതായ ഉപായം ചിന്തിക്കാതെ കണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ബുദ്ധി തഥ അന്യനാണ്, അതായത് വൈരിയാണ് എന്ന്. ആത്മനഃ ബന്ധുവു ശത്രുഹു അഭിസ്യാതെന്നല്ലേ പറഞ്ഞത്. ബന്ധുവാവാം ശത്രുവാവാം എന്ന് പറഞ്ഞു. താപോച്ഛിത്തിക്കുള്ളതായിട്ടുള്ള ഉപായത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള മനസ്സ് ബന്ധുവാണ്. അല്ലെങ്കിൽ അതല്ലാത്തേ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതായിട്ടുള്ള മനസ്സ് ശത്രുവാണ് എന്ന് പറയുകയാണ്. ക്ഷുതൃഷ്ണാലോപ മാത്രമേ, ക്ഷുത്ത് തൃഷ്ണ ദാഹം, ഇത് രണ്ടും വിശപ്പും ദാഹവും മാറ്റാനുള്ളതായിട്ടുള്ള ഉപായങ്ങൾ മാത്രമേ ഈ സാധാരണ ജന്തുക്കളൊക്കെ വിചാരിക്കാറുള്ളൂ. പശുക്കൾ, കാളകൾ, ആടുകൾ, മൃഗങ്ങൾ, മറ്റേ കാട്ടിലുള്ളതായിട്ടുള്ള മൃഗങ്ങളെല്ലാം തന്നെ അവരുടെ വിശപ്പ് മാറ്റണം എന്നല്ലാണ്ട് കണ്ട് അവർക്ക് ആർക്കും ഒരു വേറെ ചിന്തയൊന്നുമില്ല. അപ്പം അങ്ങനെ ക്ഷുതൃഷ്ണാരോപം മാത്രമേ സതതകൃതധീയ മനസ്സ് ഉറപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ജന്തുക്കൾ അനന്താഹ സന്ധി, വളരെയധികമുണ്ട്. തേഭ്യ അവരെക്കാൾ വിജ്ഞാനം ഉണ്ട്, വിശേഷജ്ഞാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പുരുഷ
ഇഹ വരഹ, പുരുഷൻ കൂടുതൽ ശ്രേഷ്ഠനാണ്, അവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് പുരുഷൻ എന്ന് പറയാണ്. തജ്ജനിഹി ദുർലഭായേവ, ആ പുരുഷനായിട്ടുള്ള ജനിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം മാത്രമേ ഈ മനുഷ്യജന്മം കിട്ടുള്ളൂ എന്നാണ്. തത്രാപി, എങ്ങനെ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാലും ആത്മനഃ സ്യാദ് സുഹൃദപി, സുഹൃത്തായിട്ട് വരാം. ആത്മനഃ സുഹൃത് സ്യാദ്, ആത്മാവിൻ്റെ സുഹൃത്തായിട്ട് വരാം. പക്ഷെ അല്ലെങ്കിലോ അഭിച രിപുവായിട്ടും വരാം. രിപുഹു സ്യാദ് എന്നുള്ളതാണ്. അഭിച രിപുഹു സ്യാദ്, അല്ലെങ്കിൽ ശത്രുവായിട്ടും വരാം എന്ന് പറയാണ്. താപോച്ഛിത്തേരു, അതിൽ ആരാ ബന്ധു ആരാ ശത്രു എന്ന് പറയാണ്. താപോച്ഛിത്തേ ഉപായം യഹ സ്മരതി, ആരാണോ താപങ്ങളിൽ നിന്ന് കരകയറാനുള്ളതായിട്ടുള്ള ആ മാർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, സഹി സുഹൃത്ത്, അയാളാണ് സുഹൃത്ത് എന്ന് പറയാണ്. അയാൾ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആ ബോധം, ബുദ്ധി, അതാണ് സുഹൃത്തായിട്ട് വരിക എന്നാണ്. ആത്മവൈരി തതോന്യ തതഃ അന്യ, അതിൽ നിന്ന് ഭിന്നനായിട്ടുള്ളവൻ ആത്മവൈരിയാണ്, ശത്രുവാണ് എന്ന്. ശ്ലോകം. ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവ സന്ധ്യനന്ദാസ്തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഹ പരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മാത്മനസ്യ സുഹൃദപി ച രിപുര്യസ്തുന്യസ്തചേതാസ്താവോച്ഛിത്തേരുപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ തതോന്യഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പൈതാഹം മാറ്റുവാനായി വിവശമതികളാം ജീവജാലങ്ങളെല്ലാം കിട്ടാൻ കഷ്ടം വിശിഷ്ടം മനുജജനനമങ്ങാത്മചിന്തയ്ക്കു ശക്തം. ആത്മാവേ ശത്രുമിത്രം അവനവനുതുലോം ചിത്തമങ്ങിൽ സമർപ്പിച്ചാക്രാന്തം വിട്ടമർത്യന്നതു സഖി ബുദ്ധം മറ്റവൻ ആത്മവൈരീ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.